വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി ഫാം 5th സെമസ്റ്റർ ഫാർമകോഗ്നസി ആൻഡ് ഫൈറ്റോകെമിസ്ട്രി എന്ന സബ്ജക്റ്റിലെ ആൽക്കലോയിഡ്സ് അതിൽ വിങ്ക എന്ന പോർഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ആൽക്കലോയിഡ്സ്? പ്ലാൻ ഒറിജിനിലുള്ള നൈട്രോജീനസ് ഓർഗാനിക് മോളിക്യൂൾസിന് അതിന് ഹ്യൂമൻസിലും ആനിമൽസിലും ഫാർമക്കോളജിക്കൽ എഫക്ട്സ് ഉണ്ടായിരിക്കും. അങ്ങനത്തെ പ്ലാന്റ് ഒറിജിനിലുള്ള നൈട്രോജീനസ് ഓർഗാനിക് മോളിക്യൂൾസിനെയാണ് ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത്. യൂഷ്വലി അതിൽ ഹെട്രോസൈക്ലിക് റിംഗ് 1 or more ഹെട്രോസൈക്ലിക് റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും. നൈട്രജൻ ആറ്റവും പ്രസൻ്റ് ആയിരിക്കും. മോസ്റ്റ് ആൽക്കലോയിഡ്സും അമിനോ ആസിഡ്സ് നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. ഈ നൈട്രജൻ പ്രസൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നൈട്രജൻ പ്രസൻ്റ് ആവുന്നതിനനുസരിച്ച് നമുക്ക് 2 എക്സാമ്പിൾ പറയാം. സ്ട്രക്ചറൽ വേരിയേഷനനുസരിച്ച് ഒന്ന് നെസ്കാപ്പിനും മെസ്കാലിനും. നെസ്കാപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിങ്ങിൽ തന്നെ ആയിരിക്കും നൈട്രജൻ ഉണ്ടാവുക. മെസ്കാലിനാണെങ്കിൽ റിങ്ങിൻ്റെ ഔട്ട്സൈഡിലായിരിക്കും നൈട്രജൻ പ്രസൻ്റ് ആയിട്ട് ഉണ്ടാവുക. ഇനി ആൽക്കലോയിഡ്സിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് ആണ്. ഒന്ന്, ഹെട്രോസൈക്ലിക് റിങ്ങിൽ നൈട്രജൻ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി കോംപ്ലക്സ് റിംഗ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും. പോയ്സണസ് ആയിരിക്കും, പക്ഷേ മെഡിസിനലി യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണ് മോർഫിൻ, കൊഡീൻ. വെരി ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും അതിനുണ്ടാവുക. ജനറലി കളർലെസ് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആയിരിക്കും. ഡെഫിനറ്റ് മെൽറ്റിംഗ് പോയിന്റ്സ് ഉണ്ടായിരിക്കും. അതിന് കുറച്ച് എക്സെപ്ഷണൽ കേസാണ് നിക്കോട്ടിൻ. അത് ലിക്വിഡ് ആയിരിക്കും. അതേപോലെ ബെർബറിൻ യെല്ലോ കളേർഡ് ആയിട്ടാണ് കാണുന്നത്. സൊല്യൂബിലിറ്റീൻ്റെ കേസാണെങ്കിൽ ഫ്രീ ബേസസ് ആണെങ്കിൽ ഓർഗാനിക് സോൾവൻസിൽ സൊല്യൂബിളും വാട്ടറിൽ ഇൻസൊല്യൂബിളും ആയിരിക്കും. ആൽക്കലോയിഡൽ സോൾട്ട് ആണെങ്കിൽ വാട്ടറിൽ സൊല്യൂബിളും ഓർഗാനിക് സോൾവൻസിൽ പാർഷ്യലി സൊല്യൂബിളും ആയിരിക്കും. എക്സാമ്പിളാണ് സ്ട്രൈക്നിൻ ബേസ് ആണെങ്കിൽ അതിന് പുവർ വാട്ടർ സൊല്യൂബിലിറ്റി ആയിരിക്കും. സ്ട്രൈക്നിൻ ഹൈഡ്രോക്ലോറൈഡിന് ഗുഡ് വാട്ടർ സൊല്യൂബിലിറ്റി ആയിരിക്കും. അപ്പോൾ ഇതാണ് ജനറൽ പ്രോപ്പർട്ടീസ് വരുന്നത് ആൽക്കലോയിഡ്സിൻ്റെ. ഇനി ഫാർമക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ആൽക്കലോയിഡ്സിൻ്റെ യൂസസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്? അനാൽജസിക്സ് ആയിട്ട് യൂസ് ചെയ്യും. എക്സാമ്പിളാണ് മോർഫിൻ, കൊഡെയിൻ. സ്റ്റിമുലൻസ് ആണ് കഫീൻ, നിക്കോട്ടിൻ. ആൻറ്റി മലേറിയൽസ് ആണ് ക്വിനൈൻ. ആൻറ്റി ഹൈപ്പർടെൻസീവ് ആണ് റിസെർപൈൻ. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫാർമക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ടൈപ്സ് ഓഫ് ആൽക്കലോയിഡ്സ് 3 ടൈപ്പാണ് ആൽക്കലോയിഡ്സ് ഉള്ളത്. ട്രൂ ആൽക്കലോയിഡ്സ് ഉണ്ട്, പ്രോട്ടോ ആൽക്കലോയിഡ്സ് ഉണ്ട്, സ്യൂഡോ ആൽക്കലോയിഡ്സ്. ട്രൂ ആൽക്കലോയിഡ്സ് എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ്സ് നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. അതിൽ ഹെട്രോസൈക്ലിക് റിംഗ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് വിത്ത് നൈട്രജൻ ആറ്റം. ഹൈലി റിയാക്റ്റീവ് ആണ്. സ്മോൾ ഡോസസിൽ പോലും ബയോളജിക്കലി ആക്റ്റീവ് ആണ്. ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും. മോസ്റ്റ്ലി അത് വൈറ്റ് സോളിഡ് ആണ്. എക്സെപ്ഷണൽ കേസാണ് നിക്കോട്ടിൻ. അതൊരു ബ്രൗൺ ലിക്വിഡ് ആയിട്ടാണ് ഒബ്റ്റെയിൻ ചെയ്യുക. വാട്ടർ സൊല്യൂബിൾ സോൾട്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സിൽ ഫ്രീ സ്റ്റേറ്റിലോ സോൾട്ടോ അല്ലെങ്കിൽ എൻ ഓക്സൈഡ്സിൻ്റെ ഫോമിലോ അവൈലബിൾ ആയിരിക്കും. എക്സാമ്പിളാണ് കൊക്കെയിൻ, ക്വിനൈൻ, മോർഫിൻ, ഡോപ്പമിൻ. പ്രോട്ടോ ആൽക്കലോയിഡ്സ് എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ്സ് നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്, പക്ഷേ നൈട്രജൻ ഹെട്രോസൈക്ലിക് റിങ്ങിൻ്റെ ഒരു ഭാഗമാകില്ല. സിമ്പിൾ സ്ട്രക്ചർ ആയിരിക്കും ട്രൂ ആൽക്കലോയിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. എക്സാമ്പിളാണ് മെസ്കാലിനും യുഹെംബൈനും. സ്യൂഡോ ആൽക്കലോയിഡ്സ് ഉണ്ട്. അത് ഡയറക്റ്റ്ലി അമിനോ ആസിഡ്സിന് ഡിറൈവ് ചെയ്തിട്ടല്ല ഇരിക്കുന്നത്, പക്ഷേ അമിനോ ആസിഡ് പാത്വേ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അമിനോ ആസിഡ്സിൻ്റെ പ്രിക്കേഴ്സർ അല്ലെങ്കിൽ പോസ്റ്റ് കേഴ്സേഴ്സിനായിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. അമിനേഷൻ അല്ലെങ്കിൽ ട്രാൻസമിനേഷൻ റിയാക്ഷൻസ് വഴി അത് ഫോം ചെയ്യാം. എക്സാമ്പിളാണ് എഫിഡ്രിൻ, കഫീൻ, തിയോബ്രോമിൻ. അപ്പോൾ അതാണ് ടൈപ്സ് ഓഫ് ആൽക്കലോയിഡ്സ്. ഫസ്റ്റ് നമ്മൾക്ക് വിങ്ക ആൽക്കലോയിഡ്സ് നോക്കാം. നമുക്ക് വിങ്ക, റവോൾഫിയ, ബെല്ലഡോണ, ഓപ്പിയം, എഫിഡ്രിൻ ഇതൊക്കെ നോക്കാനുണ്ട്. ഫസ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വിങ്ക ആൽക്കലോയിഡ്സിൻ്റെ കേസ് നോക്കാം. വിങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ വീട്ടിൽ കാണുന്നൊരു ചെടിയാണ്. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതിലിവിടെ വിങ്കയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ ഒരു ഇതാണ് വിങ്ക എന്ന് പറയുന്നത്. നമ്മൾ കോമൺലി കാണുന്നൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ വിങ്കേൻ്റെ സിനോണിംസ് ആണ് വിങ്ക റോസിയെ, കാത്രാന്തസ് മെഡഗാസ്കാരിയൻസ്, പെരിവിങ്കിൾ, ബർമാസി. ഇതൊക്കെ വിങ്കേനെ പറയുന്ന സിനോണിംസ് ആണ്. അടുത്തത് ബയോളജിക്കൽ സോഴ്സ്. ബയോളജിക്കൽ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈഡ് എൻഡയർ പ്ലാന്റ് ഓഫ് കാത്രാന്തസ് റോസിയസ് ലിൻ ഫാമിലിയാണ് എപ്പോസൈനേഷ്യേ. ജിയോഗ്രഫിക്കൽ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മഡഗാസ്കറിലാണ് മെയിനായിട്ട് വിങ്ക കാണുന്നത്. ഇന്ത്യയിലും ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്കയിലൊക്കെ ഇത് പ്രസൻ്റ് ആയിരിക്കും, കാണുന്നുണ്ട്. ഗാർഡൻ പ്ലാന്റ് ആയിട്ട് യൂറോപ്പിലും ഇന്ത്യയിലും ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി കൾട്ടിവേഷനും കളക്ഷനും നോക്കാം. വിങ്കയുടെ കൾട്ടിവേഷനും കളക്ഷനും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് മാത്രം. പെരിനിയൽ പ്ലാന്റ് ആണ്. അതിന് ഗ്ലോസി ലീവ്സ് ആയിരിക്കും വിൻ്ററിൽ കാണാം. സോയിലിൻ്റെ കേസാണെങ്കിൽ സാൻഡി, ലൂമി, ക്ലേ, അസിഡിക്, ന്യൂട്രൽ ഓർ ആൽക്കലൈൻ സോയിൽസിലൊക്കെ അത് ഗ്രോ ചെയ്യുന്നുണ്ട്.
ഒന്നുകിൽ ഫുൾ ഷെയ്ഡ് അല്ലെങ്കിൽ പാർഷ്യൽ ഷെയ്ഡ് അല്ലെങ്കിൽ നോ ഷെയ്ഡിലും ഇത് ഗ്രോ ചെയ്യും. വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡ്രൈ ആൻഡ് മോയ്സ്റ്റ് സോയിൽസിനെ ടോളറേറ്റ് ചെയ്യുന്നുണ്ട്. ഡ്രോട്ട് റെസിസ്റ്റൻ്റ് ആണ്, വരൾച്ച ഉണ്ടായാൽ പോലും അതിന് നിലനിൽക്കാൻ സാധിക്കുന്നുണ്ട്. അതിനെങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുക? ഫ്രഷ് സീഡ്സ് എടുത്തിട്ട് നഴ്സറിയിൽ ഗ്രോൺ ചെയ്യാണ് ചെയ്യുക ഒരു ഫെബ്രുവരി മാർച്ച് സമയത്ത്. എന്നിട്ട് സീഡ്ലിങ്സ്, അതായത് 5 to 8 സെൻറ്റിമീറ്റർ ടോളിൽ ഒരു 2 monthsന് ശേഷം സീഡ്ലിങ്സ് ഉണ്ടാവും. ആ സീഡ്ലിങ്സിനെ ഫീൽഡിലോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്. അറ്റ് 45 into 30 സെൻറ്റിമീറ്റർ സ്പേസിങ്ങിലാണ് ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെക്കുന്നത്. ലീവ്സ് ഒരു ഗ്രീൻ അല്ലെങ്കിൽ പെറ്റിയോലേറ്റ് എൻഡയർ മാർജിൻ ഓവേറ്റ് ഒബ്ലോങ് ഗ്ലോസി അക്യൂട്ട് എപ്പെക്സ് ആയിരിക്കും ഉണ്ടാവുക. അതാണ് ലീവ്സിൻ്റെ ക്യാരക്ടേഴ്സ് വരുന്നത്. ഫ്ലവേഴ്സ് ആണെങ്കിൽ വയലറ്റ് കളറോ പിങ്കിഷ് വൈറ്റോ കാർമിൻ റെഡ് കളറോ ആയിരിക്കും. റൂട്ട്സ് ഒരു പേൽ ഗ്രീൻ കളർ ആയിരിക്കും. ടേസ്റ്റ് ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും. ഫ്ലവേഴ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗൻസ് കണ്ടെയ്ൻ ചെയ്യും, അതായത് ഹെർമാഫ്രോഡൈറ്റ് ആയിരിക്കും. ബീസ് വന്ന് പൊളിനേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രൂട്ട്സ് ആണെങ്കിൽ ന്യൂമറസ് ബ്ലാക്ക് സീഡ്സുമായിട്ട് ഫോളിക്കിൾസ് കണ്ടെയ്ൻ ചെയ്യുന്നതാണ് ഫ്രൂട്ട്സ്. ഇതാണ് കൾട്ടിവേഷൻ ആൻഡ് കളക്ഷൻ. അതിലൊരു ചെറിയ ഫീച്ചേഴ്സ് നമ്മളിവിടെ പറഞ്ഞത്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ്. കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറഞ്ഞാൽ ഈ എൻറ്റയർ ഷ്രബിലും ആൽക്കലോയിഡ്സ് പ്രസൻ്റ് ആയിരിക്കും. ലീവ്സിലും റൂട്ട്സിലും ആയിരിക്കും കൂടുതലായിട്ടും ആൽക്കലോയിഡ്സിൻ്റെ എമൗണ്ട് ഉണ്ടായിരിക്കുക. അപ്രോക്സിമേറ്റ്ലി 90 ആൽക്കലോയിഡ്സ് ആണ് വിങ്കയെന്ന് നമ്മൾ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആൽക്കലോയിഡ്സ് ആണ് അജ്മാലിസിൻ, സെർപെൻറ്റൈൻ, ടെട്രാഹൈഡ്രോ ആൽസ്റ്റോണിൻ. ഇതൊക്കെ അപ്പോസൈനേഷ്യ സ്പീഷീസിൽ വേറെയും അപ്പോസൈനേഷ്യ സ്പീഷീസിലൊക്കെ നമുക്ക് കാണുന്നുണ്ട്. പിന്നെ വിൻബ്ലാസ്റ്റിനും വിൻക്രിസ്റ്റിനുമാണ്, അതാണ് മേജർ ആയിട്ടുള്ളത്. അത് മേജർ എന്താണ് ആൻറ്റി ക്യാൻസർ ഏജൻസും ആണ്. പിന്നെ വിൻഡോളിൻ ഉണ്ട്, കാത്രാന്തിൻ ഉണ്ട്, ഇൻഡോൾ മോണോമറിക് ആൽക്കലോയിഡ്സ് ആണ്. അതർ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട് മോണോടെർപീൻസ്, എസ്ക്യൂടെർപീൻസ്, ഇൻഡോളിൻ, ഗ്ലൈക്കോസൈഡ്സ് ഒക്കെ ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് ഇതൊക്കെ അജ്മാലിസിൻ, സെർപെൻറ്റൈൻ, ടെട്രാഹൈഡ്രോ ആൽസ്റ്റോണിൻ, വിൻബ്ലാസ്റ്റിൻ, വിൻക്രിസ്റ്റിൻ, ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. വിൻഡോളിൻ, കാത്രാന്തിൻ, മോണോടെർപീൻസ്, എസ്ക്യൂടെർപീൻ, ഇൻഡോളിൻ, ഗ്ലൈക്കോസൈഡ്സ്. ഈ വിൻബ്ലാസ്റ്റിൻ്റെയും വിൻക്രിസ്റ്റിൻ്റെയും സ്ട്രക്ചർ നമ്മൾ പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ വരയ്ക്കണം. അപ്പോൾ ഇത് ജനറൽ സ്ട്രക്ചറായിട്ട് വരച്ചാൽ മതി. എന്നിട്ട് വിൻബ്ലാസ്റ്റിനാണെങ്കിൽ ഈ R1ഉം R2ഉം ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഓക്കെ, വിൻബ്ലാസ്റ്റിനാണെങ്കിൽ എന്താണ് R1ൽ CH3, R1ൽ എന്താണ് CH3 ആണ് വരിക. R2 പൊസിഷനിൽ COO-CH3, ഇവിടെ അതേപോലെ R2 പൊസിഷൻ COO-CH3 കൊടുക്കുക വിൻബ്ലാസ്റ്റിനാണെങ്കിൽ. വിൻക്രിസ്റ്റിനാണെങ്കിലോ R1ൽ CHOയും R2ൽ COO-CH3 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു R1 പൊസിഷനിൽ വ്യത്യാസമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് പഠിക്കുക. ഇതാണ് കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ്. യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻബ്ലാസ്റ്റിൻ ആൻറ്റി ട്യൂമർ ആൽക്കലോയിഡ് ആണ്. ഹോട്ട്ഗിൻ ഡിസീസസിനും ലിംഫോമേൻ്റെ ട്രീറ്റ്മെൻറ്റിലും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ബ്ലഡ് ക്യാൻസർ ആണ് ലിംഫോമ, അതിൻ്റെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വിൻബ്ലാസ്റ്റിൻ യൂസ് ചെയ്യും. വിൻക്രിസ്റ്റിൻ ആണെങ്കിൽ സൈറ്റോടോക്സിക് ആണ്, ചൈൽഡ്ഹുഡ് ലുക്കീമിയ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ട്രഡീഷണൽ അല്ലെങ്കിൽ ഹെർബൽ യൂസസ് എന്ന് പറഞ്ഞാൽ ആസ്ട്രിഞ്ചൻ്റ് ആണ്. ആൻറ്റി ടോണിക് പ്രോപ്പർട്ടീസ് അതിനുണ്ട്, ടോണിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ഹെമറേജിൻ്റെ കേസസിലൊക്കെ മെനോറേജിൻ്റെ കേസസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സ്കർവിക്ക് ഗാർഗിളായിട്ട് യൂസ് ചെയ്യും. സോർ ത്രോട്ടിനും ഇൻഫ്ലെയിംഡ് ടോൺസിൽസിലും യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റേണലിയും ഇൻറ്റേർണലി ബ്ലീഡിംഗ് പൈൽസിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യും. ഫ്ലവേഴ്സ് ആണെങ്കിൽ പർഗേറ്റീവ് ആയിരിക്കും, ഫ്രഷ് ആയിട്ടാണെങ്കിൽ. ചിൽഡ്രൻ്റെ കേസിൽ ജെൻറ്റിൽ ലാക്സേറ്റീവ് ആണ്. ക്രോണിക് കോൺസ്റ്റിപ്പേഷന് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് വിങ്കൻ്റെ യൂസസ് വരുന്നത്. മാർക്കറ്റഡ് പ്രിപ്പറേഷൻസിൽ സൈറ്റോക്രിസ്റ്റിൻ ഉണ്ട്. ഇതാണ് സൈറ്റോക്രിസ്റ്റിനും ഉണ്ട്, വിങ്ക മൈനോറി ഉണ്ട്. ഇതാണ് മാർക്കറ്റഡ് പ്രിപ്പറേഷൻസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ആൽക്കലോയിഡ്സ്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ, ആൽക്കലോയിഡ്സ് എന്താണ്, ജനറൽ പ്രോപ്പർട്ടീസ്, ഫാർമക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്, ടൈപ്സ് ഓഫ് ആൽക്കലോയിഡ്സും, അതിൽ തന്നെ ട്രൂ ആൽക്കലോയിഡ്സും പ്രോട്ടോ ആൽക്കലോയിഡ്സും സ്യൂഡോ ആൽക്കലോയിഡ്സും നോക്കി. ആൽക്കലോയിഡ്സിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള വിങ്ക ആൽക്കലോയിഡ്സ് ആണ് അടുത്തതായിട്ട് നമ്മൾ നോക്കിയത്. വിങ്ക ആൻഡ് സിനോണിംസ്, ബയോളജിക്കൽ സോഴ്സ്, ജിയോഗ്രഫിക്കൽ സോഴ്സ്, കൾട്ടിവേഷൻ ആൻഡ് കളക്ഷൻ, കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ്, യൂസസ്, മാർക്കറ്റഡ് പ്രിപ്പറേഷൻസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, വേണ്ടവർ ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.